ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ധനവും മാനവും ജ്ഞാനവും ഒക്കെ അർപ്പിക്കുന്നു. കാരണം നമ്മുടെ ദൈവമാണ് അതിനൊക്കെ യോഗ്യൻ. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനങ്ങളും അറിയിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ നാം ഒരുമിച്ച് ആയിരിക്കുന്നല്ലോ. അത് നമുക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ സാന്നിധ്യത്തിനായി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ തിരുവചന പഠനത്തിനായിട്ട് സമയത്തെ വേർതിരിക്കുന്ന നിങ്ങളേവരോടും ഉള്ള കൃതജ്ഞതയും ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. സ്തോത്രം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം നമുക്കറിവുള്ളതാണല്ലോ. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ. അവിടെ നമ്മൾ പിതാവായ ദൈവത്തെ, അതുപോലെ ദൈവപുത്രനായ ദൈവ കുഞ്ഞാടിനെ സ്തുതിക്കുന്ന, അവരുടെ മുമ്പിൽ കുമ്പിടുന്ന, ആരാധിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുത്രനെ ആരാധിക്കുന്ന ആരാധനാ രീതിയാണ് നാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗത്ത് നാം കണ്ടത് 4 ജീവികളും 24 മൂപ്പന്മാരും യേശു ക്രിസ്തുവിനെ കുമ്പിട്ട് ആരാധിക്കുന്ന പുതിയ പാട്ടിനെ കുറിച്ച്. പാട്ട് ദൈവിക ആരാധനയിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. പക്ഷേ പാട്ടുകൾ ഇന്ന് പലതും ദൈവവചനപ്രകാരമുള്ളതല്ല എന്ന ഒരു അപജയം നമ്മുടെ ഇടയിലുണ്ട്. ഈ ഗാനങ്ങളൊക്കെ രചിച്ചിരുന്നത് ദൈവത്തോട് കൂടെ നടന്ന ഭക്തന്മാരായിരുന്നു. ദൈവവചനപ്രകാരം ഉള്ള പാട്ടുകൾ, സ്ക്രിപ്ചറൽ സോങ്സ്. ദൈവവചനത്തിന്റെ ഉപദേശം പാട്ടുകളിൽ ഉണ്ടായിരിക്കണം. ദൈവീക പരിജ്ഞാനത്തിന്റെ ഘടകങ്ങൾ അതിൽ വേണം. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലാതെ വെറുതെ കുറെ വരികളൊക്കെ എടുത്തു വെച്ച് ഓരോ സീസണുകളിലേക്ക് ഇറക്കുന്ന പാട്ടുകളായിട്ട് ഇന്ന് പലതും മാറിയിട്ടുണ്ട്. എന്നാൽ നാം ഈ 4-5 അധ്യായങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സ്വർഗീയ ഗാനം നമ്മൾ കണ്ടു. നമ്മുടെ ദൈവത്തിൻ്റെ ആളത്വത്തെയും മഹത്വത്തെയും ചെയ്ത ക്രിയകളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ആദ്യം പാടി വർതി ഈസ് ദ ലാംബ് ഓഫ് ഗാഡ്. നീ യോഗ്യൻ, കുഞ്ഞാടേ നീ യോഗ്യൻ. പിന്നീട് നമ്മൾ 11-12 വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ എണ്ണമറ്റ ദൂതസഞ്ചയങ്ങൾ പാടുന്നു. അവരും പാടിത്തുടങ്ങിയത് 4 ജീവികളും മൂപ്പന്മാരും പാടിയതുപോലെ തന്നെ വർതി ഈസ്
the slain lamb of God. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അപ്പോൾ ആ ദൂതന്മാരുടെ ഗാനമാണ് നമ്മൾ ഇന്നലെ പഠിക്കുവാനായിട്ട് എടുത്തത്. സ്തോത്രം. അവിടെ നമ്മൾ കണ്ടു ദൂതന്മാര് പാടി 7 കാര്യങ്ങൾ സ്വീകരിപ്പാൻ. അവിടെ 7 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മറ്റു കാര്യങ്ങളും ചേർക്കാം. അവിടെ ദൂതന്മാര് പാടി യോഹന്നാൻ കേട്ടത് താൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നു, കുഞ്ഞാട് യോഗ്യനാണ്. എന്തൊക്കെ? ഒന്നും കൂടെ ആ വാക്യം വായിച്ചോളൂ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, അതിനുള്ള ഏറ്റവും പ്രധാന കാരണം അവനതിന് യോഗ്യൻ, worthy of worship, worthy of praises. ആ ഒരു ബോധ്യം നമ്മുടെ ഉൾത്തടത്തിൽ ആഴമായിട്ടുണ്ടായിരിക്കണം. കുഞ്ഞാട് യോഗ്യൻ, കുഞ്ഞാട് യോഗ്യൻ. നമ്മൾ ഇന്നലെ കാണുകയായിരുന്നു കുഞ്ഞാട് ശക്തി സ്വീകരിപ്പാൻ യോഗ്യൻ. അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ വിളിച്ചിരിക്കുന്നത് ദൈവശക്തി എന്നാണ്. സ്തോത്രം. അവൻ യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവുമാണെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. 18-ാമത്തെ വാക്യത്തിലും ക്രൂശിന്റെ വചനത്തെക്കുറിച്ച് പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവശക്തി, ദൈവശക്തി വെളിപ്പെട്ട 3 മേഖലകൾ യേശുക്രിസ്തുവിന്റെ ആളത്വവുമായുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ക്രിസ്തുവിന്റെ ജനനം അല്ലെങ്കിൽ ജഡധാരണം, ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ്. ഇതെല്ലാം ദൈവശക്തിയുടെ പ്രദർശനങ്ങളായിരുന്നു. ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ. പാപത്തിന്റെ ശക്തിക്കും അതീതമായി സാത്താന്യ ശക്തികൾക്ക് മീതെ, രാഷ്ട്രീയ ശക്തികൾക്ക് മേലെ, മതശക്തികൾക്കും വളരെ ഉയരങ്ങളിൽ ദൈവശക്തിയുടെ പ്രദർശനമാണ് നാം കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആരെങ്കിലും ഒരുവൻ ശക്തൻ എന്ന് വാഴ്ത്തപ്പെടുവാനുണ്ടെങ്കിൽ അത് അറുക്കപ്പെട്ട കുഞ്ഞാടേ അങ്ങ് മാത്രം. സ്തോത്രം. ആ ശക്തിക്ക് മുൻപിൽ മറ്റെല്ലാ ശക്തികളും പരാജിതമാണ്, പരാജയമാണ്, പരാജിതരാണ്. അതാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. സ്തോത്രം. എന്താ? നീ ശക്തി
സ്വീകരിപ്പാൻ അല്ലെങ്കിൽ ലഭിപ്പാൻ യോഗ്യൻ. സ്തോത്രം. യേശുക്രിസ്തു ഈ ശക്തി സ്വീകരിപ്പാൻ എന്നു മുതലാണ് യോഗ്യനായത്? From past eternity. അതോ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. അതിന്റെ നല്ലൊരു ചിത്രം നമുക്ക് യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ തന്നെ കാണാം. അല്ല, മറിയ ഗർഭിണിയായ ആദ്യ സമയങ്ങളിൽ തന്നെ നമുക്കത് കാണാം. യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവായിട്ടേ ഉള്ളൂ. എലിസബത്തിന്റെ അടുക്കലേക്ക് മറിയ ചെല്ലുന്നു. എലിസബത്തിനെ മറിയ വന്ദനം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ എലിസബത്തിന്റെ ഉള്ളിൽ തുള്ളി. അത് കഴിഞ്ഞിട്ട് വളരെ പ്രായം, മറിയയേക്കാൾ വളരെ പ്രായമുള്ള എലിസബത്ത് അമ്മച്ചി, അതും അന്നത്തെ ഏറ്റവും വലിയ പാസ്റ്ററുടെ ഭാര്യ കൂടെയാണ്. നമ്മുടെ ചിലയിടത്തേക്ക് ഭാഷയിൽ പറഞ്ഞാൽ സീനിയർ മദറമ്മയാണ്. ചില സ്ഥലത്തൊക്കെ പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരെ മദറെന്നും മദറമ്മയെന്നും ഒക്കെ വിളിക്കാറുണ്ട്. അത് വെച്ച് ഞാനങ്ങ് പറഞ്ഞതാ. അത്രയും പ്രായമുള്ള ബഹുമാനിതയായ വനിത വളരെ പ്രായം കുറഞ്ഞ മറിയയെ എത്ര ആദരവോടുകൂടെയാണ് സ്വീകരിച്ചതും ഏറ്റുപറഞ്ഞതും. കാരണം അവളുടെ ഉള്ളിൽ, മറിയയുടെ ഉദരത്തിൽ ഉരുവായ ആ ശിശു ആരാണെന്നൊന്നും അന്ന് മറിയയ്ക്ക് പോലും വേണ്ട അറിവില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ യേശു ജനിച്ചു. കിഴക്ക് നിന്ന് 3 വിദ്വാൻമാർ, അല്ലേ? കൂടെ ഇല്ലെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, മറന്നോന്നറിയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാ. കിഴക്ക് നിന്ന് 3 പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുള്ളത് അങ്ങനെയാണ്. പൊന്നും മൂരും കുന്തിരിക്കവും 3 സാധനം കാഴ്ച വെച്ചത് കൊണ്ട് 3 പേരും ഓരോന്നും കൊണ്ട് വന്നെന്നൊരു ചിന്തയാ. കൊച്ചിനെ കാണാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സോപ്പ് മേടിക്കാം, ജോയിക്കുട്ടിച്ചാൻ പറഞ്ഞു ഞാൻ പൗഡർ മേടിക്കാം, രാധാകൃഷ്ണങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ ക്രീം മേടിക്കാം. അപ്പൊ 3 പേരും കൂടെ 3 സാധനം ഒരുമിച്ച് വേണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയെന്ന പോലെ ഇവർ കൊണ്ടുപോയെന്നൊരു ധാരണയാണ് നമ്മുടെ അകത്ത്. ഏതായാലും 3 കണക്കൊന്നുമില്ല. എത്രയും ആകട്ടെ, കിഴക്ക് നിന്നും വന്ന വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ അമ്മയപ്പന്മാരോടുകൂടെ കണ്ടു. എന്നിട്ട് വീണു അവനെ നമസ്കരിച്ചു. അവരെ അല്ല. കത്തോലിക്ക ഭാഷയിൽ തിരുക്കുടുംബം, ഈശോ, മറിയം, ഔസേപ്പ്. പക്ഷേ ഔസേപ്പച്ചനെയും മറിയ അമ്മച്ചിയെയും നമസ്കരിക്കാതെ ആ അടുത്തിടയ്ക്ക് ജനിച്ച ആ ശിശുവിനെ അവർ വീണ് നമസ്കരിക്കുകയാണ്.
യേശു ശക്തി സ്വീകരിപ്പാൻ, ശക്തനെന്ന് ഘോഷിക്കപ്പെടുവാൻ, ശക്തൻ എന്ന് വർണ്ണിക്കപ്പെടുവാൻ യോഗ്യനായത് ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷമല്ല. അവന്റെ മനുഷ്യ ജനനത്തിൽ പോലും, ഗർഭസ്ഥ അവസ്ഥയിൽ പോലും, ജനിച്ചു വീണ് ചില നാളുകൾക്ക് ശേഷം ശൈശവാവസ്ഥയിൽ പോലും അവൻ അതിന് യോഗ്യനായിരുന്നു. സ്തോത്രം. Even this position or this worthiness is not earned on the cross. യേശുക്രിസ്തുവിന്റെ ഈ യോഗ്യത ക്രൂശ് നിമിത്തം ലഭ്യമായതല്ല. സ്തോത്രം. അതിനു മുൻപ് തന്നെ അവൻ അതിന് യോഗ്യനായിരുന്നു. എന്നാൽ ക്രൂശ് നിമിത്തവും ഉയർപ്പ് നിമിത്തവും അത്, ബാക്കി നിങ്ങളും കൂടെ എന്റെ കൂടെ ഒന്ന് വന്നാൽ, കേട്ടിട്ടില്ല. സൂര്യ എന്തോ പറഞ്ഞു, നീ വന്നില്ല. അവൻ മാത്രം യോഗ്യനെന്ന് വീണ്ടും ഒന്നും കൂടെ സ്ഥിരീകരിക്കപ്പെടുക മാത്രമായിരുന്നു. അതെ, അറിഞ്ഞുകൂടാത്തവർക്ക് അറിയാനും അറിഞ്ഞവർക്ക് ഒന്നുകൂടെ ഉറപ്പിക്കുവാനും വേണ്ടി ദൈവം അങ്ങനെ ചെയ്തു എന്ന് മാത്രം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ യേശുവിന്റെ വിശേഷാൽ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തു ഇതിനെല്ലാം യോഗ്യനാണ് എന്നതിൻ്റെ അസന്നിഗ്ധമായ തെളിവുകൾ മാത്രമായിരുന്നു. യേശുവിന്റെ ക്രൂശ് മരണത്താലോ ഉയർത്തെഴുന്നേൽപ്പിനാലോ യേശുവിന് ലഭിച്ച യോഗ്യതകളല്ല ഇവ. ഇവയെല്ലാം യേശുവിൽ അനാദി മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചര വിഷയമായത്, അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുമാറ് അത് ക്രൂശിൽ സ്ഥിരീകരിക്കപ്പെട്ടു, വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആ ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനമായിരുന്നു ഞാൻ മുൻപേ ഇന്നലെ നമ്മൾ പറഞ്ഞ ഈ 3 ഘടകങ്ങൾ. മനുഷ്യപ്പിറവി, ഒന്നും കൂടെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, ജഡത്തിൽ വസിക്കുമ്പോൾ തന്നെ പാപം തൊടാതെ പരിശുദ്ധനായി ജീവിച്ചത്. 3, ക്രൂശിലെ അതിദാരുണമായ മരണം. 4, ശക്തിയോടെയുള്ള ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. ആവർത്തിച്ചു പറഞ്ഞോട്ടെ, യേശുക്രിസ്തു ശക്തി സ്വീകരിപ്പാൻ, സർവശക്തനാണെന്ന് ഘോഷിക്കപ്പെടുവാൻ യോഗ്യനാണ്. അവന്റെ യോഗ്യത അനാദികാലം മുതലേ ഉള്ളതാണ്. എന്നാൽ നമുക്കൊക്കെ കാണത്തക്കതുപോലെ അത് ഏറ്റവും ദൃശ്യമായി ആവിഷ്കരിക്കപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ഈ 4 മേഖലകളിലാണ്. മനുഷ്യപ്പിറവി, പരിശുദ്ധ ജീവിതം, ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ ശക്തിമത്തായ ശുശ്രൂഷയും നമുക്ക് ചേർക്കാം. മനുഷ്യപ്പിറവി,
അല്ലെങ്കിൽ ജഡധാരണം. വചനം ജഡമായി തീർന്നു. നിത്യനായവൻ കാലത്തിനകത്തേക്ക് ഒതുങ്ങി. സ്തോത്രം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ സ്വർഗത്തിലും സ്വർഗാധിസ്വർഗത്തിലും അടങ്ങാത്തവൻ ഒരു കന്യകയുടെ ഉദരത്തിൽ തന്നെത്താൻ ഒതുക്കി. സ്തോത്രം. ഇങ്ങനെ വിവിധമായ നിലകളിൽ തൻ്റെ ജഡധാരണത്തിൽ ദൈവശക്തി വെളിപ്പെട്ടു. വിശുദ്ധ ജീവിതത്തിൽ, മഹത്വകരമായ ശുശ്രൂഷകളിൽ, അതിഘോരമായ ക്രൂശ് മരണത്തിൽ അവയെല്ലാം യേശു സഹിച്ചു. കഷ്ടതകൾ സഹിച്ചു. ക്രൂശ് മരണം സഹിച്ചു. ക്രൂശിലെ മരണം യേശു ആസ്വദിച്ചു. അതാണ് എബ്രായലേഖൻ പറയുന്നത് 2:9 നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ച ദൈവപുത്രനായ യേശു. സ്തോത്രം. എന്തുകൊണ്ടാ? ദൈവ ശക്തിയിലാണ് സാധിച്ചത്. സ്തോത്രം. ദൈവശക്തിയിലാണ്. ഇന്നും നാം നോക്കിയാൽ ശക്തിയെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നു. ഈ ദൈവശക്തി, അതിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം, അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഇന്ന് നമുക്ക് ഏത് വിഷയത്തിലാ ഉള്ളത്? നമുക്ക് ഏത് വിഷയത്തിലാ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് ദൈവശക്തിയുടെ ഏറ്റവും വലിയ ആവശ്യമുള്ളത്? ജീവിതം നയിപ്പാൻ. ആബ്സല്യൂട്ട്ലി. പാപത്തെ ജയിപ്പാൻ, അല്ലെങ്കിൽ ഈ പാപലോകത്തിൽ പാപം കൂടാതെ ജീവിപ്പാൻ. ശുശ്രൂഷ വേദികളിൽ അല്ല, രഹസ്യ ജീവിതത്തിന്റെ അറകളിലാണ് നമുക്ക് ദൈവശക്തിയുടെ അധികമായ ആവശ്യം. പരസ്യവേദികളെക്കാൾ നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ ഉള്ളറകളിലാണ് ദൈവശക്തി വെളിപ്പെടേണ്ടത്. The power of God, even today, in regard with every Christian, is to be manifested in the innermost parts of our personal lives than pulpits or public places where we minister. ശുശ്രൂഷ വേദികളിലല്ല. അവിടെ വേണം, വേണ്ടെന്നല്ല, വേണം. പക്ഷെ അവിടെ അല്ല ദൈവശക്തിയുടെ ആത്യന്തികമായ വെളിപ്പാട് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ അറകളിലാണ്. എന്തിന്? പാപത്തെ ജയിപ്പാൻ, പാപം കൂടാതെ ജീവിപ്പാൻ, വിശുദ്ധ ജീവിതം നയിപ്പാനൊക്കെ. സ്തോത്രം. യേശുവിൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടതായി നാം കാണുന്നു. അങ്ങനെ യേശു ശക്തി സ്വീകരിപ്പാൻ യോഗ്യനെന്ന് ഇവിടെ തിരിച്ചറിയുന്നു. ഒരു കാര്യവും കൂടെ ആ വിഷയത്തിൽ പറയാം. ഇവിടെ 7 കാര്യങ്ങളാണ് ദൂതന്മാർ പറയുന്നത്.
ഈ 7 കാര്യങ്ങൾ ലഭിപ്പാൻ, സ്വീകരിപ്പാൻ യേശു യോഗ്യൻ എന്ന് പറയുമ്പോൾ അവിടെ മുഴങ്ങുന്ന ഈ 7 കാര്യങ്ങളിലും ആ പാട്ടിൽ മൊത്തമായി മുഴങ്ങുന്ന മറ്റൊരു സത്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ? യേശു ശക്തിയും ധനവും മാനവും ജ്ഞാനവും എല്ലാം സ്വീകരിപ്പാൻ, ലഭിപ്പാൻ യോഗ്യൻ എന്ന് പാടുമ്പോൾ, സ്തോത്രം, എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം? പതിമൂന്നാമത്തെ വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ ആരും വായിക്കുന്നില്ലേ? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്താ കുഞ്ഞാട് യോഗ്യൻ എന്ന് 12-ാം വാക്യത്തിൽ പറഞ്ഞതിന്റെ കാതലായ അർത്ഥം? It is the proof of the equality of the Lamb of God with the Father enthroned in the middle. കുഞ്ഞാട് ഇവയെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനാണെന്ന് ദൂതന്മാർ ഏറ്റുപറഞ്ഞതിന്റെ, ഏറ്റുപാടിയതിന്റെ ഏറ്റവും കാതലായ അർത്ഥം എന്താണ്? അറുക്കപ്പെട്ട കുഞ്ഞാട് നടുവിലെ സിംഹാസനത്തിലിരിക്കുന്ന സർവാരാധ്യനായ പിതാവായ ദൈവത്തോട് തത്തുല്യൻ. അവിടെ എന്താ വെളിപ്പെടുന്നത്? ഈ 12-ാം വാക്യത്തിലെ പാട്ടിലൂടെ ദൂതന്മാർ എന്താണ് പാടി വെക്കുന്നത്? പ്ലീസ് നിങ്ങളും കൂടെ വന്നിട്ടൊന്ന്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് അവർ പാടുന്നത്. പിതാവായ ദൈവത്തോടൊപ്പം ദൈവ കുഞ്ഞാടും യോഗ്യൻ എന്ന് പാടുമ്പോൾ, പിതാവായ ദൈവത്തോട് അറുക്കപ്പെട്ട കുഞ്ഞാട് തത്തുല്യൻ എന്ന് പാടുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? സ്തോത്രം. യേശു പിതാവായ ദൈവത്തെ പോലെ തത്തുല്യനായ ദൈവം തന്നെ. യേശുവിൻ്റെ ദൈവത്വത്തിന്റെ തെളിവാണ് ഈ പാട്ട്. യേശുവിൻ്റെ ദൈവത്വത്തിന് തെളിവാണ് ഈ പാട്ട്. അതാണ് 13-ാം വാക്യത്തിൽ ആ കാര്യങ്ങൾ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിനും സകല സൃഷ്ടികളും കൂടെ പാടി മഹത്വമർപ്പിക്കുന്നു. അപ്പോൾ യേശു അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണ്? ദൈവം ആണ്. യേശുവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണിവ.
സ്തോത്രം. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകളാണ് നാം ഇവിടെ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എങ്കിൽ അടുത്തത് എന്താ ദൂതന്മാർ പാടുന്നത്? യേശു ശക്തിയും 2 സ്ഥാനവും ലഭിപ്പാൻ യോഗ്യൻ. സ്തോത്രം. എന്താ ഇവിടെ പറയുന്ന ധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പണം ദൈവത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചാണോ? യേശുവിന് നേർച്ചയിടുന്നതിനെ കുറിച്ചോ സ്തോത്ര കാഴ്ച കൊടുക്കുന്നതിനെ കുറിച്ചോ ആണോ? അല്ല. സ്തോത്രം. ധനം സ്വീകരിപ്പാൻ ധനവും മാനവും ജ്ഞാനവും ഒക്കെ താഴെ വരുന്നുണ്ട്. സ്തോത്രം. നമ്മൾ ധനം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഭൗതിക അർത്ഥത്തിൽ മാത്രമേ ചിന്തിക്കാറുള്ളൂ. സ്വീകരിക്കാറെന്ന് പറഞ്ഞാൽ ചിന്തിക്കാറുള്ളൂ. എന്നാൽ ഇവിടുത്തെ ധനാഢ്യത അല്ലെങ്കിൽ ഇവിടുത്തെ ധനം കേവലം പണത്തിലും ഭൗതിക സമ്പത്തിലും നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം റോമർ 11:33 വാക്യം വായിച്ചായിരുന്നു. പൗലോസ് അവിടെ പറയുന്നത് ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. എന്നാൽ നാം അവളെ കണ്ടു. അവിടുത്തെ ശരിയായ ഒരു പരിഭാഷ ദൈവത്തിന്റെ അറിവ്, ജ്ഞാനം എന്നിവയുടെ ധനത്തിന്റെ ആഴമേ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടേ? ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്നല്ല, ദൈവത്തിന്റെ അറിവ്, ജ്ഞാനം എന്നിവയുടെ ധനത്തിന്റെ ആഴമേ. The depth of the richness of the wisdom and knowledge of God. So there comes the richness of God's wisdom and knowledge. അവിടെ പറയുന്ന ധനം ദൈവ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ധനമാണ്. സ്തോത്രം. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ധനം. മഹത്വത്തിന്റെ ധനം, അറിവിന്റെ ധനം, ജ്ഞാനത്തിന്റെ ധനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാമോ അതിൻ്റെയൊക്കെ ധനം അഥവാ സമ്പൂർണത അല്ലെങ്കിൽ നിറവ്. സ്തോത്രം. സകല ധനവും സ്വീകരിപ്പാൻ യേശു യോഗ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും നിറവിന്റെ ഉറവിടം യേശുവാണ്. സ്തോത്രം. എല്ലാ നിറവും ഉത്ഭവിക്കുന്നത് അവനിലാണ്. സ്തോത്രം. എഫേസ്യർക്കുള്ള ലേഖനം 3:3 വാക്യം
ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയാവുന്നവന് അറിയായി വന്നു. ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വെളിപ്പാട് പൗലോസ് അപ്പോസ്തലന് ഇവിടെ ലഭിക്കുന്നത് നമ്മോട് പറയുകയാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പൗലോസിന് ലഭിച്ച ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുന്നു. എന്താ ക്രിസ്തുവിന്റെ അപ്രമേയ ധനം? രണ്ട് കൊരിന്ത്യർ 8:9 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. സ്തോത്രം. യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. അതിനെയും നമ്മുടെ ആൾക്കാർ പലരും പ്രസംഗിക്കുന്നത് ഭൗതിക തലത്തിലാണ്. നമ്മളെ കാശുള്ളവരാക്കാനാണോ യേശു ഒരു ആശാരി കുടുംബത്തിലേക്ക് ജനിച്ചത്? നമ്മളെ കാശുള്ളവരാക്കാനാണോ യേശു സാമ്പത്തികമായി പാവപ്പെട്ട കുടുംബത്തിലേക്ക് വന്നത്? അല്ല. യേശു ജനിച്ചത് രാജകുടുംബത്തിലാണ്. സാമ്പത്തികമായിട്ട് മറിയയുടെയോ യോസഫിന്റെയോ കുടുംബം ഒരുപക്ഷെ പരാധീനത അനുഭവിച്ചിരുന്നവരാകാം. ശുദ്ധീകരണത്തിന് കുറുപ്രാക്കളെ യാഗം കഴിച്ചതിലൂടെ ആടിനെ യാഗം കഴിക്കാൻ ഒരുപക്ഷെ പ്രാപ്തി ഇല്ലാത്തവരായിരുന്നു അവരെന്ന നിഗമനത്തിൽ നമ്മൾ എത്തുന്നു. കുഴപ്പമില്ല. പക്ഷെ യോസേഫ് ആശാരിപ്പണി ചെയ്തിരുന്നത് കൊണ്ട് മോശക്കാരനായിരുന്നെന്ന് ആരും കരുതരുത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ തൊഴിലിനനുസരിച്ചുള്ള മാന്യതയൊന്നും ആയിരുന്നില്ല അവിടെ. ഓരോരുത്തർ ഓരോ തൊഴിൽ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ജാതിയോ മതമോ മറ്റു കാര്യങ്ങളൊന്നും ആ തൊഴിലിൽ ഇല്ല. അപ്പോൾ യേശു സാമ്പത്തികമായി ഒരുപക്ഷെ താണ നിലവാരമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത് നമ്മളെ പണക്കാരാക്കാൻ വേണ്ടിയാണ് എന്ന് ഈ 2 കൊരിന്ത്യർ 8:9 എടുത്ത് പലരും പ്രസംഗിക്കാറും പഠിപ്പിക്കാറുമുണ്ട്. അത് തെറ്റാണ്. ശരിയാ, യേശു ഭൂമിയിൽ വന്നപ്പോൾ സാമ്പത്തികമായി ഞെരുക്കമുള്ളവനായിരുന്നു. യേശു തന്നെ പറഞ്ഞു, തലചായിപ്പാൻ എനിക്ക് ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ലായിരുന്നു, കടം വാങ്ങിയ പടകും കടം വാങ്ങിയ കഴുതയും കടം വാങ്ങിയ പെസഹ ആചരിച്ച മാളിക മുറിയും ഒക്കെ നമുക്കറിയാം. തീർച്ചയായും യേശുവിന്റെ ജനനം സാമ്പത്തികമായി താണ നിലവാരത്തിൽ
ഉള്ളതായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുവിന്റെ വസ്ത്രം അതിന്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? ക്രിസ്തുവിന്റെ വസ്ത്രം പാവപ്പെട്ടവൻ്റെതായിരുന്നു. അല്ല, പടയാളികള് അതിനുവേണ്ടി ചീട്ടിട്ടല്ലോ. സ്തോത്രം. തുന്നലില്ലാത്ത നെയ്തെടുത്ത വസ്ത്രമായിരുന്നു. അത് സാധാരണക്കാരനുള്ളതല്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ വെറും ദരിദ്രനായി നമ്മൾ ചിത്രീകരിച്ച് അത് നമ്മളെ ഭൗതികമായി സമ്പന്നരാക്കാനാണ് എന്ന് പഠിപ്പിക്കുന്നതിനോടാണ് വേദപുസ്തകം യോജിക്കാത്തത്. അത് ഞാനൊന്ന് എടുത്തു പറഞ്ഞേ ഉള്ളൂ. സ്തോത്രം. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ ദരിദ്രനായി തീർന്നു എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക നിലയിൽ മാത്രം കാണരുത്. സകല വിഷയത്തിലും അവൻ ദരിദ്രനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അത് കേവലം നമ്മളെ കാശുള്ളവരാക്കാൻ, പണക്കാരാക്കാനല്ല. അതല്ല അവിടുത്തെ സമ്പന്നത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. പിന്നെ നമ്മള് മത്തായി 5, 6, 7 അധ്യായങ്ങളൊക്കെ പഠിച്ച സമയത്ത് ചില സമ്പന്നതകളെ കുറിച്ചൊക്കെ കണ്ടിരുന്നു. സ്തോത്രം. ആവർത്തിക്കണ്ടായല്ലോ. ഉദാഹരണം പൗലോസ്ലീഹ തന്നെ ഉണ്ടല്ലോ. പൗലോസ്ലീഹ സമ്പന്നനായില്ലല്ലോ, ഉള്ളതൂടെ പോയതേ ഉള്ളൂ. താൻ സമ്പന്നനായിരുന്നു ഓൾറെഡി. സമ്പന്നന്റെ ഉന്നത കുലജാതനൊക്കെ ആയിരുന്നു. പക്ഷെ കർത്താവിൽ വന്ന് ദരിദ്രനായി പോയല്ലോ. അവനൊന്നും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാവുക എന്ന് പറയുന്നത് കാശുണ്ടാക്കുന്ന കാര്യമല്ല. അത് പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ആ വഞ്ചനയിൽ കുടുങ്ങരുത്. ഒരു ഉദാഹരണം മാത്രം അല്ലെങ്കിൽ ഒരു തെളിവ് മാത്രം തന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോകാം. യാക്കോബ് 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ വായിച്ചോളൂ. ജെയിംസ് 2:5. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? സ്തോത്രം. കണ്ടോ? എന്തിൽ സമ്പന്നരാവുക? വിശ്വാസത്തിൽ. നമ്മൾ മത്തായി 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് അതേ സംബന്ധിച്ച് വിശദമായിട്ട് പഠിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കാൻ നിൽക്കുന്നില്ല. ഒരു തെളിവ് മാത്രം തന്നേ ഉള്ളൂ. സാമ്പത്തികമായ സമ്പന്നതയല്ല യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവോടും ജീവിതത്തോടും ശുശ്രൂഷയോടും കൂടെ നമുക്ക് ലഭിക്കുന്നത്. പകരം ദൈവവിഷയമായുള്ള സമ്പന്നത. അതിലൊരു ചെറിയ ഉദാഹരണമാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, വിശ്വാസത്തിൽ സമ്പന്നരാവുക. Be rich in faith. Our richness in spiritual affairs. Richness in Godward. ദൈവോന്മുഖരായി നാം സമ്പന്നരായി തീരുക. സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ സാരം, യേശുക്രിസ്തുവിൽ സ്തോത്രം നാം സമ്പന്നരാകുന്നു എന്ന് പറയുന്നത് ഭൗതിക തലത്തിലല്ല.
അപ്പോൾ ക്രിസ്തു സകലത്തിലും സമ്പന്നനായിരുന്നെന്ന് നാം ആ വാക്യത്തിൽ കാണും. ഇവിടെ ദൂതന്മാർ ആ കാര്യം ഏറ്റുപറയുകയാണ്. You are worthy to receive all. Is it money? സ്തോത്രം. സകല ധനവും സ്വീകരിപ്പാൻ, സ്തോത്രം, നീ യോഗ്യൻ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒന്ന്, നീ ദൈവമായതുകൊണ്ട്. യേശു ദൈവമായതുകൊണ്ട്. രണ്ട്, ഇപ്പോൾ പൗലോസ് റോമർ 8:9 2 കൊരിന്ത്യർ 8:9 പറഞ്ഞതുപോലെ അവൻ സർവസമ്പന്നനായിരുന്നു എന്നു മുതൽ, അനാദി മുതൽ തന്നെ. സ്തോത്രം. അതിനോട് കുറച്ച് ഫെതേഴ്സും കൂടെ, കുറെ തൂവലുകൾ കൂടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂശീകരണ ശേഷം, ഉയർപ്പിന് ശേഷം, തേജസ്കരണത്തിന് ശേഷം അതിവിടെ ദൂതന്മാർ ഏറ്റുപറയുകയാണ്. നീ ധനം സ്വീകരിപ്പാൻ യോഗ്യൻ. സർവത്തിൻ്റെയും സമ്പൂർണത ക്രിസ്തുവിൽ, എല്ലാറ്റിൻ്റെയും നിറവ് ക്രിസ്തുവിൽ, അവനിൽ യാതൊന്നിൻ്റെയും കുറവില്ല. സ്തോത്രം. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ആയ സകലത്തിൻ്റെയും നിറവ് ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ട് എല്ലാം തികഞ്ഞവനെന്ന്, സർവസമ്പന്നനെന്ന്, സ്തോത്രം, ഒരാൾ വാഴ്ത്തപ്പെടാൻ യോഗ്യനാണെങ്കിൽ അതിലൊന്നാമൻ യേശു. അതാണ് സകല ധനവും സ്വീകരിപ്പാൻ അവൻ യോഗ്യൻ. സ്തോത്രം. മൂന്നാമത്, ജ്ഞാനം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. സകല ജ്ഞാനവും സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. എന്താ അതിന്റെ അർത്ഥം? ജീസസ് ഈസ് എ പേഴ്സൺ. യേശു ഒരു വ്യക്തിയാണ്. സ്പർജൻ പറയുന്നത് പോലെ എ കോംപ്ലക്സ് പേഴ്സൺ. എ കോംപ്ലക്സ് പേഴ്സൺ. In his complex personality, he is the power of God. Also, he is the wisdom of God. യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്. തൻ്റെ വ്യക്തിത്വത്തിൽ, തൻ്റെ ആളത്വത്തിൽ യേശു ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ വ്യക്തിയാണവൻ. സ്തോത്രം. അപ്പോൾ ദൈവജ്ഞാനമാണവൻ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തു ജ്ഞാനം സ്വീകരിപ്പാൻ യോഗ്യൻ. നമ്മൾ ഇതുവരെ ചിന്തിച്ചതുപോലെ തന്നെ. സ്തോത്രം. ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനം. ഇന്നലെ നമ്മൾ വായിച്ചു 1 കൊരിന്ത്യർ 1:24 വാക്യം. ഒന്നും കൂടെ വായിച്ചോളൂ.
ബേക്കുട്ടിച്ചാൻ വായിക്കാണോ? ഭോഷത്വമെങ്കിലും ബേക്കുട്ടിച്ചാൻ വായിക്കായിരുന്നോ? അതെ. മ്യൂട്ടായിരുന്നു. മ്യൂട്ടായിരുന്നു. വായിച്ചു വെച്ചാ. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. കണ്ടോ? ക്രിസ്തുവിനെ അവിടെ ദൈവശക്തിയും ദൈവജ്ഞാനവും എന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. പൗലോസ് വളരെ വ്യക്തതയോടെ ഈ ഒന്നാമത്തെ ലേഖനത്തിൽ, കൊരിന്ത്യർക്കുള്ള ഒന്നാമത്തെ ലേഖനത്തിൽ ആ കാര്യം പറയുകയാണ്. 30-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. 30. നിങ്ങളോ അവനാൽ യേശുക്രിസ്തു ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. സ്തോത്രം. അവിടെയും ക്രിസ്തുവിന്റെ ആളത്വത്തെ പൗലോസ് എടുത്തു പറയും. ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. സ്തോത്രം. ഇനിയും 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. 7 കൂടെ. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. സ്തോത്രം. അവിടെയും പൗലോസ് പറയുന്നു, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കും. അത് യൂണിവേഴ്സിറ്റി കലാലയ ജ്ഞാനമാണോ? അല്ല. പുസ്തകജ്ഞാനം അല്ല. ശാസ്ത്രീയമായ ജ്ഞാനങ്ങളല്ല. പകരം പൗലോസ് ഇവിടെ പറയുന്നു, അതൊരു വ്യക്തിയാണ്. ആ ജ്ഞാനം ഒരു വ്യക്തിയാണ്. അതെന്താ? ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ മുൻ നിയമിച്ചത്. 2, നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത്. 3, മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. സ്തോത്രം. അതാരാണ്? തേജസ്സിന്റെ കർത്താവാണ് ജ്ഞാനം. 8-ാം വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവജ്ഞാനത്തിന്റെ സ്തോത്രം. ഓക്കെ. Here in 1 Corinthians chapter 1 as well as 2, Paul very explicitly describes Jesus, the person of Jesus, as the very wisdom of God. 1 Corinthians 1:24 and 30. Then when we come to 2 verses 6, 7 and 8, there Paul said, we preach wisdom among the perfect ones, or among the matured ones. But that is not something university wisdom or knowledge, or something scientific, historical, archaeological. No. But it's a person. This wisdom we preach about is a person. How? One, he was, or the predestined wisdom, a person who was pre-appointed by God. Secondly, he was pre-appointed, predestined for
our glory. For our glory. Third, he was a hidden wisdom. He was hidden. He was a mystery. And verse 8 says, he was the very Lord of glory. Tejasinde Kartava. And that person who was the wisdom of God was the Lord of glory, but the religious leaders of his time did not know him, he did not recognize him, and therefore they crucified him. Stotram. യേശു ആര്? ദൈവജ്ഞാനം. ഇവിടെ പൗലോസ് പറയുന്ന ജ്ഞാനം ഒരു ആളത്വമാണ്. പേഴ്സോണിഫൈഡ് വിസ്ഡം. ആളത്വരൂപേണയുള്ള ജ്ഞാനം. അത് ക്രിസ്തുവാണ്. He was foreknew. He was pre-appointed. It was for our glory. But he was hidden. Yeah, thank you. He was mysteriously hidden. People did not know him, even the religious leaders of his time. യേശുവിന്റെ കാലത്തെ മത അധ്യക്ഷന്മാർക്ക് പോലും അവനെ അറിയാൻ കഴിഞ്ഞില്ല. അറിയാഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു? പിടിച്ചു ക്രൂശിച്ചു കൊന്നു. സ്തോത്രം. പക്ഷേ നമുക്ക് ആത്മാവിനാൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു.